എന്റെ മോളുടെ ഫസ്റ്റ് സ്കൂൾ ജേർണി സ്റ്റാർട്ട് ചെയ്തത് ഫൺ കാസിലാണ് കേട്ടോ. എല്ലാ പാരന്റ്സും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളില് അവർ വളരെ ഹാപ്പി ആയിരിക്കണം, കംഫർട്ടബിൾ ആയിരിക്കണം എന്നുള്ളത്. ഒരു കാര്യത്തിൽ എനിക്ക് ടെൻഷനേ ഉണ്ടായിരുന്നില്ല, കാരണം എന്റെ മോൾ അത്ര ഹാപ്പി ആയിരുന്നു അവിടെ. ഹെസബേബി വളരെ കുറഞ്ഞ മാസങ്ങളെ അവിടെ പോയിട്ടുള്ളൂ, പക്ഷെ ആ പോയിടത്തോളം അവൾക്കൊരു സെക്കൻഡ് ഹോം ആയിരുന്നു അവിടെ. സ്കൂളെന്ന് പറഞ്ഞാൽ പഠിത്തവും ബുക്സും മാത്രമല്ല, ചില ടീച്ചേഴ്സ് ഉണ്ട്, അവർ കുട്ടിയുടെ മനസ്സിലൊരു സ്പെഷ്യൽ സ്പേസ് ഉണ്ടാക്കും. അങ്ങനെ ഒരു സ്പെഷ്യൽ ബോണ്ടാണ് എന്റെ മോളും സോണിയ മാമും തമ്മിലുള്ളത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്ര ഡീപ്പായ ഒരു കണക്ഷൻ ഒരു കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ, അതും വെറും 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. സോണിയ മാം ആയിരുന്നു കേട്ടോ ഹെസബേബിയുടെ ക്ലാസ് ടീച്ചർ. അതുപോലെ തന്നെ അവിടുത്തെ ഓരോ സ്റ്റാഫ്സും ടീച്ചേഴ്സും അത്രയും ഫ്രണ്ട്ലി ആണ്. പക്ഷെ എന്റെ ഹെസബേബിക്ക് ഒരു പൊടിക്ക് ഇഷ്ടം കൂടുതൽ നമ്മുടെ സോണിയ മാമിനോടാണെന്നേ ഉള്ളൂ. ആൻഡ് ഇങ്ങനെ ഒരു ടീച്ചർ സപ്പോർട്ട് അവിടെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള മാനേജ്മെന്റ് ടീം, കവിത മാം ആയിക്കോട്ടെ, ബേബി തോമസ് സാർ ആയിക്കോട്ടെ, എടുക്കുന്ന എഫേർട്ട്, ആ ഒരു സപ്പോർട്ട്, അവർക്ക് കൊടുക്കുന്ന ആ ഒരു പോസിറ്റിവിറ്റി ഒക്കെ തന്നെയാണ് ആ ടീച്ചേഴ്സിലേക്കും എത്തുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഞാൻ എന്തിനിപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഈ വീഡിയോ ഇടുന്നതെന്ന്. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹെസബേബി അടുത്ത LKGയിലേക്ക് മറ്റൊരു സ്കൂളിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഹെസബേബിയും വളരെയധികം ഈ ഫൺ കാസിൽ മിസ് ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഹെസബേബിയുടെ സ്വന്തം സോണിയ മാമിനെയും കവിത മാമിനെയും അവിടുത്തെ ടീമിനെയും ഒക്കെ ഒന്ന് കണ്ട് കുറച്ചു നേരം ഒന്ന് സ്പെൻഡ് ചെയ്ത് ഒരു കുഞ്ഞു കേക്കൊക്കെ മുറിച്ച് അവിടെ കുറച്ചു നേരം ഒന്ന് സ്പെൻഡ് ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു ഡോക്യുമെന്റിങ് പോലെയാണ് കേട്ടോ ഈ വീഡിയോ. പിന്നീട് മോള് വലുതാവുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാലോ എന്നുള്ള ആഗ്രഹത്തോടുകൂടി എടുത്തു വെക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ കുറച്ചധിക സമയം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തു. കവിത മാമും സാറും മാമും ഒക്കെ ആയിട്ട് സംസാരിച്ചു. ഹെസബേബിയും സോണിയ മാമുമായിട്ട് കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ നടത്തി. കുറേ നേരം ഹെസബേബി അവിടെ നിന്ന് കളിച്ചു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിട്ടോ. നിങ്ങളെ എല്ലാവരെയും ഉറപ്പായിട്ടും ഞങ്ങളും ഹെസബേബി മിസ് ചെയ്യും. ആൻഡ് താങ്ക് യു സോ മച്ച് ഹെസബേബിക്ക് നിങ്ങൾ കൊടുത്ത കരുതലിനും സ്നേഹത്തിനും സപ്പോർട്ടിനും.